റളിയല്ലാഹു അൻഹു പറയാണ്, ഉത്തരം കിട്ടുമെന്നതിനെ പറ്റി ഞാൻ ആലോചിക്കലേ ഇല്ല എന്നാണ്. വഇന്നമാ അഹ്മിലു ഹമ്മദ് ദുആ, പ്രാർത്ഥിക്കാൻ എപ്പോഴാണ് ഒഴിവിട്ടുക എന്ന് മാത്രമേ ഞാൻ ആലോചിക്കലുള്ളൂ. പ്രാർത്ഥിച്ചില്ലല്ലോ എന്ന ദുഃഖമല്ലാതെ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയില്ലല്ലോ എന്ന് ഞാൻ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. നമുക്കൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തിപ്പോൾ ഞാനൊരു ദ്വാരന്നിട്ടും ഇത്രയൊക്കെ വിശ്വാസിയായിട്ടും ഇത്രയൊക്കെ തഹജ്ജുസ്കരിച്ചിട്ടും എന്താണ് സഹോദരങ്ങൾ? അങ്ങനെയൊക്കെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചോദിക്കണം? വാപ്പല്ലാതെ ജനിച്ചു, ഉമ്മനെ എത്രയേ കിട്ടിയത്, വളർത്തുന്ന അബൂ താലിബ് എത്ര കാലം കൂടെ ഉണ്ടായി, കുട്ടികൾ മരിച്ചു, ജനിച്ചൊരു ആൺകുട്ടി മരിച്ചു, മകൾ വിവാഹമോചിതയായി, നാട് വിട്ടുപോയി. 1 2 3 4 പരീക്ഷണങ്ങളൊന്നല്ല മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. എന്നിട്ട് എന്തേ? അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലോ അള്ളാഹുവിൻ്റെ വിശ്വാസത്തിലോ ഏറ്റവും ശക്തമായി ഉറച്ചു നിന്നു. എന്തിനാണ് അങ്ങനെ ഒരു മാതൃക? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതൊക്കെ അനാഥത്വവും അതേപോലെ തന്നെ മക്കൾ മരിക്കണതും മകൾ തൊലാക്ക് ചെയ്യപ്പെടുന്നതും ഒക്കെ എന്തിനാണ് കാണിച്ചെന്നത്? ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും വരുമെന്ന് പറയാനാണ്, നമുക്ക് എല്ലാവർക്കും കാണിച്ചു തരാനാണ്. അപ്പോൾ ആ സന്ദർഭങ്ങളിലൊക്കെ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ പറ്റണം.